അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ശ്രീധർമ്മശാസ്താവായ അച്ചൻകോവിലേക്കാണ് യാത്ര. അപ്പോൾ അച്ചൻകോവിൽ കുറച്ച് ഐതിഹ്യവും ചരിത്രമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നതാണെങ്കിൽ കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ദേവാലയമാണ് അച്ചൻകോവിൽ ശാസ്താ ക്ഷേത്രം. കേരളത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി പരശുരാമൻ സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രമെന്നാണ് ഐതിഹ്യം. എന്നാൽ ഈ തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ മലയാളികളെക്കാൾ കൂടുതലും തമിഴ്നാട്ടിലുള്ള ഭക്തന്മാരാണ് ഇവിടം കൂടുതൽ ആകർഷിച്ചു വരുന്നത്. അച്ചൻകോവിൽ ധർമ്മശാസ്താവാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. അദ്ദേഹം പ്രാദേശികമായി അച്ചൻകോവിൽ ആണ്ടവൻ അല്ലെങ്കിൽ അച്ചൻകോവിൽ അരശൻ എന്നാണ് അറിയപ്പെടുന്നത്. ശാസ്താവിനെ ഒരു ഗൃഹസ്ഥാനായി ചിത്രീകരിച്ചിരിക്കുന്നു. ഒപ്പം അദ്ദേഹത്തിന്റെ രണ്ട് ഭാര്യമാരായ പൂർണ്ണയും പുഷ്കരയും ഇരുവശത്ത് കാണാൻ സാധിക്കും. ഭഗവതി, മാളികപുറത്തമ്മ, ദുർഗ, നാഗരാജാവ്, നാഗയക്ഷി, ഗണേശൻ, കാർത്തികേയൻ, കറുപ്പുസ്വാമി, കറുപ്പായി അമ്മ, ചേപ്പാനിമുണ്ടൻ, ചാപ്പാണി മാടൻ, മാടൻ ദേവൻ, കാളമാടൻ, കൊച്ചാട്ടി നാരായണൻ, സിംഗാലി ഭൂതത്താൻ, അറുകോല എന്നിവരാണ് കീഴാളർ. ക്ഷേത്രത്തിന്റെ പിൻഭാഗത്ത് നാഗനെ ആരാധിക്കുന്ന സർപ്പക്കാവുമുണ്ട്. അച്ചൻകോവിൽ ക്ഷേത്രം വിഷപ്പാമ്പ് കടിയേറ്റാൽ ഭേദമാക്കാൻ പേരുകേട്ടതാണ്. ദേവനെ മഹാവൈദ്യനായി വലിയ വൈദ്യൻ എന്ന് കണക്കാക്കുന്നു. ശാസ്താവിഗ്രഹത്തിന്റെ വലത് കൈപ്പത്തിയിൽ ചന്ദനവും തീർത്ഥം, വിശുദ്ധജലം എന്നിവ അടങ്ങിയിരിക്കുന്നു. ഭക്തരുടെ അഭിപ്രായത്തിൽ അവയ്ക്ക് ഔഷധ ഗുണമുണ്ട്. അത്താഴ പൂജയ്ക്ക് ശേഷം ആവശ്യമെങ്കിൽ രാത്രിയിൽ തുറക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. പാമ്പുകടിയേറ്റവർക്ക് എപ്പോൾ വേണമെങ്കിലും ക്ഷേത്രമണിയടിച്ച് സഹായം അഭ്യർത്ഥിക്കാം. ക്ഷേത്രത്തിലെ പൂജാരിമാർ അവരെ സഹായിക്കും. പാമ്പുകടിയേറ്റ ആൾക്ക് പ്രസാദമായും മരുന്നായും ചന്ദനവും തീർത്ഥവും നൽകുകയും വിഷത്തിന്റെ കാഠിന്യം അനുസരിച്ച് 3-5 ദിവസം ക്ഷേത്രത്തിൽ തങ്ങുകയും വേണം. വിഷം പൂർണ്ണമായി മാറിയ ശേഷം മാത്രമേ രോഗിയെ വിട്ടയക്കൂ. ക്ഷേത്രത്തിന്റെ ഉൾക്കാഴ്ചകളിലേക്ക് ഉള്ള വീഡിയോ എടുക്കാനുള്ള അനുവാദീനമല്ലാത്തതിനാൽ പുറംകാഴ്ചകളാണ് കൂടുതലും കാണിച്ചു വരുന്നത്. പിന്നെ ഇതിലെ പൂജാരിമാരായിട്ടിരുന്ന മിക്കവരും എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. പിന്നെ ഇവിടുത്തുള്ള പ്രാദേശികമായിട്ടുള്ള സുഹൃത്തുക്കളും അല്ലാതെയുള്ള കുറച്ച് അറിവുകളും ചേർത്തുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് പറയുന്നത്. അച്ചൻകോവിൽ ക്ഷേത്രത്തിലെ ഉത്സവം എന്നത് ധനു 1 മുതൽ 10 വരെ നടക്കുന്ന മണ്ഡലപൂജ എന്ന ഉത്സവവും മകരത്തിലെ രേവതി പൂജ എന്ന പ്രതിഷ്ഠാ ദിനവുമാണ് ഇവിടുത്തെ മുഖ്യ ഉത്സവങ്ങൾ. മണ്ഡലപൂജയിലെ തേരോട്ടവും രേവതി പൂജയിലെ പുഷ്പാഭിഷേകവും പ്രധാന ചടങ്ങുകളാണ്. 3-ാം ഉത്സവ ദിവസം മുതൽ ചെറിയ തേരിന്റെ ആകൃതിയിൽ നിർമ്മിച്ച ഒരു വാഹനത്തിൽ വർണ്ണശബളമായ ആടയാഭരണങ്ങൾ അണിഞ്ഞ് വാളും പരിചയും കയ്യിലേന്തിയുള്ള ശാസ്താവിന്റെ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള എഴുന്നള്ളത്ത് നടക്കുന്നു. ഇതിന് മണികണ്ഠമുത്തായ സ്വാമിയുടെ എഴുന്നള്ളത്തെന്നാണ് പറഞ്ഞു വരുന്നത്. 9-ാം ഉത്സവത്തിന് ചക്രങ്ങൾ ഘടിപ്പിച്ച വലിയ രഥത്തിലാണ് എഴുന്നള്ളത്ത്. ദക്ഷിണേന്ത്യയിലെ മറ്റൊരു ദേവാലയത്തിൽ ഇവിടുത്തെ രേവതി പൂജയിൽ എന്ന പോലെ ഇത്രയധികം പുഷ്പങ്ങൾ അഭിഷേകത്തിന് ഉപയോഗിക്കാറില്ലെന്നാണ് അറിഞ്ഞു വരുന്നത്. ക്ഷേത്രത്തിനകത്ത് ഒരു പ്രത്യേകതയുള്ളൊരു തങ്കവാളുണ്ട്. അത് ഒരിക്കലും ആ തൂക്കം നിശ്ചയിക്കാൻ പറ്റാത്ത തരത്തിലുള്ളത്. ഇന്ന് എത്ര വെയിറ്റ് ആണോ അത് പിന്നെ നാളെ നോക്കുമ്പോൾ കൂടിയും കുറഞ്ഞായിരിക്കും ഈ തങ്കവാളിൻ്റെ പ്രത്യേകത. ക്ഷേത്രത്തിന്റെ പുറകു വശത്തു നിന്ന് കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇപ്പോൾ വലം ചുറ്റി വരുന്ന ഈ ഭാഗത്ത് സൈഡിൽ മാമ്പഴത്തറ ദേവിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് അനന്ത സങ്കല്പികമായ ഭാഗമാണ്. അവിടുന്ന് ആ ഒരു അനന്തന്റെ തലയുടെ വശവും ഇവിടെയും വാലിന്റെ വശം ക്ഷേത്രത്തിന്റെ കിണറ്റിന്റെ ഭാഗത്തുമായാണ് സാങ്കല്പികം. കൂടുതലും അവിടെ വരുന്നതിൽ ഉയരെ പങ്ക് വഹിക്കുന്നതും തമിഴ് നാട്ടിലുള്ളവരാണ് ഈ പ്രദേശങ്ങളിൽ വരുന്നത്. അപ്പോൾ അച്ചൻകോവിൽ ക്ഷേത്രത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ ആദ്യം നമുക്ക് ആ വിഗ്രഹത്തെ നല്ലതായി ദർശിക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നെ കഴിച്ച് അതിൽ ചാർത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ കയറി നമ്മൾ ശാസ്താവിനെ കണ്ട് തിരിച്ചിറങ്ങുകയാണ് ചെയ്തിരുന്നത്. പിന്നെ അമ്പലത്തിന്റെ തൊട്ട് പുറകുവശത്തായിട്ടാണ് സർപ്പ സങ്കല്പവും നാഗയക്ഷി നാഗരാജാവ് സങ്കല്പികമായിട്ടുള്ള ആ ഒരു വിഗ്രഹ ആരാധനയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം നമുക്ക് നാഗദോഷങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി നമുക്കതിൻ്റെ നേർച്ചകളായി മഞ്ഞപ്പൊടിയും കരിവളയൊക്കെ ചാർത്തി വരാവുന്നതാണ്. പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടായി തൊട്ടിൽ കെട്ടുന്ന അങ്ങനെ പാവ വെച്ച് കെട്ടുന്ന ആ ഒരു രീതിയിലുള്ള ആ ഒരുപാട് കാര്യങ്ങളും അവിടെ
നേർച്ചയായി ചെയ്തു വരുന്നുണ്ട്. ഇവിടെ നിന്ന് കാണുന്ന ഈ ഭാഗത്തു നിന്നും കിഴക്കോട്ട് ദർശനം നോക്കിക്കഴിഞ്ഞാൽ അച്ചൻകോവിലിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗത്തൂടെ നേരെ അങ്ങകലെയായിട്ട് മലനിരകളും മഞ്ഞാൽ മൂടപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളും കാണാം. അതിമനോഹരമായിട്ട് തന്നെയാണ്. അത് വീഡിയോ കൂടെ അധികം നല്ല രീതിക്ക് കാണാൻ പറ്റത്തില്ല. നേരിൽ കാണുമ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ വളരെ ഒരു ഭംഗി തന്നെയാണ്. രഥോത്സവം ഈ കാണുന്നതാണ് ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന രഥം. അപ്പോൾ കേരളത്തിലെ രഥോത്സവം നടക്കുന്ന ഏക പ്രധാനമായ ക്ഷേത്രമാണ് അച്ചൻകോവിൽ. ക്ഷേത്ര നടയിൽ അലങ്കരിച്ച് നിർത്തിയ രഥത്തിലെ 12 മണിയോടെ മണിമുത്തപ്പൻ അയ്യപ്പൻ എഴുന്നള്ളിക്കുന്നതോടെ ചടങ്ങുകൾ തുടങ്ങും. ഈ കാണുന്നത് പഴയ രഥത്തിന്റെ ഭാഗങ്ങളാണ്. രഥത്തിനിരുവശവും കെട്ടിയ ചൂരൽവള്ളി ഭക്തർ കൈകളിലേന്തി മന്ത്രധ്വനിയും ശരണം വിളികളും കുരവകയും ഉയർത്തും. കാന്തമലയിൽ നിന്ന് അയ്യപ്പൻ കൊടുത്തയച്ച തങ്കവാളും കയ്യിലേന്തി എക്സിക്യൂട്ടീവ് ഓഫീസർ മുന്നിലും പിന്നിലുമായി കറുപ്പനും കോന്നിയിൽ നിന്നെത്തിച്ച അന്നക്കൊടിയും ഉണ്ടാകും. ഏറ്റവും ഒടുവിൽ രഥത്തിൽ അയ്യപ്പൻ സഞ്ചരിക്കും. ക്ഷേത്രത്തിനു ചുറ്റുമായുള്ള രഥവീതിക്കിരുവശവും സമീപത്തെ മരങ്ങൾക്കു മീതെയും ഭക്തർ നിരക്കും. പടിഞ്ഞാറേ നടയിൽ അമ്മൻ കോവിലിനെ അടുത്തെത്തുമ്പോൾ കറുപ്പൻ ഉറഞ്ഞുതുള്ളും. വടക്കേ നടയിലെത്തുമ്പോൾ രഥം 3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കും. അയ്യപ്പനെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായും എന്നാൽ നാട്ടുകാർ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുന്നതായുള്ള ഐതിഹ്യത്തിന്റെ ഓർമ്മപ്പെടുത്തലാണിത്. ക്ഷേത്രത്തിന് മുന്നിൽ ഒരു വലം വയ്ക്കുന്നതോടെ എഴുന്നള്ളത്ത് അവസാനിക്കും. ഉപദേവാലയങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലും പരിസരങ്ങളിലും ധാരാളം ഉപദേവാലയങ്ങളുണ്ട്. അയ്യപ്പന്റെ പരിവാരങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ചെറുമണ്ഡപങ്ങളും അമ്മൻ കോവിലുകളും ഇവയിൽ ഉൾപ്പെടുന്നു. കറുപ്പുസ്വാമി, കറുപ്പായി അമ്മ, ചേപ്പാറുമുണ്ടൻ, ചേപ്പാണിമാടൻ, കാളമാടൻ, കൊച്ചിട്ടാണൻ, കൊച്ചിട്ടി നാരായണൻ, ശിങ്കിലി ഭൂതത്താൻ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന മൂർത്തികളുടേതാണ് ഈ പ്രതിഷ്ഠകൾ. ചതുർമുഖമായ വിഷ്ണുവിൻ്റെയും ചില ഭഗവതികളുടെയും പ്രതിഷ്ഠകളും ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ പോകാൻ പറ്റുന്നവർ മാക്സിമം അച്ചൻകോവിലേക്ക് പോവുക. നമ്മുടെ കിഴക്കൻ മേഖലയിലെ തമിഴ്നാട് ഭാഗവും കേരളത്തിൻ്റെ ഒരു ബോർഡർ ഭാഗത്തേക്കാണ്. നല്ലൊരു വനയാത്രയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ അത് പോകുന്ന വഴിക്ക് നിറയെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോ കാണിക്കുകയായിരിക്കും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് മറ്റുള്ളവരെ എത്തിച്ച് ഒന്ന് ചാനലൊന്ന് പക്കയാക്കി തരിക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇപ്പോൾ കുറച്ച് ഡിലേ വരുന്നുണ്ട് വീഡിയോ ഇടാനായിട്ട്. അത് വേറെ കുറച്ച് പ്രശ്നങ്ങളായതുകൊണ്ടാണ്. അപ്പോൾ മാക്സിമം എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ, ബൈ.